ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല രുചികരമായിട്ടൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ ഈ അപ്പത്തിനകത്ത് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല, സോഡാപ്പൊടി ചേർക്കുന്നില്ല, തേങ്ങ അരയ്ക്കുന്നില്ല, കപ്പി കാച്ചുന്നില്ല. അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു അപ്പമോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയും നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇത് പുരാതനമായിട്ട് പണ്ട് കാലങ്ങളിൽ ചെറിയ ചായക്കടകൾ അല്ലെങ്കിൽ ചെറിയ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിനോടൊത്ത് ഞാൻ സെർവ് ചെയ്തിരുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അടുത്ത റെസിപ്പി ആ ചിക്കൻ കറി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. നല്ല രുചികരമായിട്ട് ടേസ്റ്റി ആയിട്ടൊരു അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നാളെയാണ് എനിക്ക് അപ്പം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ ഞാൻ അരിയൊക്കെ ഒന്ന് കുതിർത്ത് വെക്കുകയാണ്. 2 കപ്പ് സാദാ പച്ചരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് സാദാ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല ഭംഗിയായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ഒട്ടും സ്റ്റാർച്ച് കണ്ടൻറ്റ് ഇല്ലാതെ കഴുകി മാറ്റി വയ്ക്കുകയാണ്. ഇനി അരി കഴുകിയെടുത്ത അതേ പാത്രത്തിലോട്ട് തന്നെ ഞാൻ അരി അളവെടുത്ത അതേ കപ്പിൽ ഒരു 1/4 കപ്പ് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് ബോൾസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു 2 വെള്ളം മാത്രമാണ് ഞാനിത് കഴുകിയെടുത്തിരിക്കുന്നത്. 2 or 3 വെള്ളം. ഉഴുന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കഴുകാൻ പാടില്ല കേട്ടോ. കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. നേർത്ത കഞ്ഞിവെള്ളം, ഒരുപാട് കട്ടിയുള്ള കഞ്ഞിവെള്ളം അല്ല കേട്ടോ. വെള്ളച്ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കഞ്ഞിവെള്ളമാണോ ഉള്ളത് അത് ഉപയോഗിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിരുന്നത് 1 കപ്പ് ഡൊപ്പി അരിയുടെ ചോറാണ്. നമ്മൾ അരി അളന്ന കപ്പിൽ നല്ലപോലെ ഫില്ല് ചെയ്ത് 1 കപ്പ് ചോറും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ നേർത്ത കഞ്ഞിവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കട്ടിയുള്ള കഞ്ഞിവെള്ളം ആണെങ്കിൽ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഒട്ടും തന്നെ കൂടിപ്പോകരുത്. നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ അരി ഒന്ന് കുതിർന്ന് കിടക്കുന്ന രീതിക്ക് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 4 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഒരു 4 മുതൽ 5 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇവിടെ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ഇതൊരു 3 മണിക്കൂർ മാത്രമേ ഞാൻ കുതിർത്തെടുക്കുന്നുള്ളൂ. 3 മണിക്കൂറിന് ശേഷം ഞാൻ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് 1 മണി ആയിട്ടുണ്ട് കേട്ടോ. 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാനിത് അരച്ചെടുത്തിരുന്നത്. ഒരു 3 ബാച്ചസ് ആയിട്ടാണ് ഞാൻ അരി അരച്ചെടുത്തിരിക്കുന്നത്. ഏത് വെള്ളത്തിലാണോ നമ്മൾ അരി കുതിർത്തിരുന്നത് ആ കഞ്ഞിവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ 3 ബാച്ചസ് ആയിട്ട് അരിയൊക്കെ അരച്ച് ഞാനിവിടെ മാറ്റി വയ്ക്കുകയാണ്. അരച്ചെടുക്കുമ്പോൾ ബാറ്ററൊക്കെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുക്കണം കേട്ടോ. നല്ല നേർമയോടെ അരച്ചെടുക്കണം. എങ്കിൽ മാത്രമേ അപ്പം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കൈ വെച്ച് മിക്സ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിതിനകത്ത് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇവിടേക്ക് അത്യാവശ്യം തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 20 മണിക്കൂറോളം ബാറ്റർ എനിക്ക് പൊങ്ങി വരാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്റർ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഈ കലക്കി വെക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നമുക്ക് കലക്കി വെക്കാം കേട്ടോ. ഞാനിവിടെ അടച്ച് മാറ്റി വെക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഞാനിവിടെ അടച്ച് മാറ്റി വെച്ചിരുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 10 മണിക്കാണ് ഞാൻ ഈ മാവ് തുറന്ന് നോക്കിയിരുന്നത്. അപ്പം മാവൊക്കെ നല്ലപോലെ ഇച്ചിരി തിക്നെസ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി കട്ടി കൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എയർ ബബിൾസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് അങ്ങ് പൊങ്ങി മാവ് കളഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുത്തില്ല. ഓൾമോസ്റ്റ് ഒരു 20 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ബാറ്ററൊക്കെ ഒന്ന് ശരിയായിട്ട് കിട്ടാനായിട്ട്. ഞാനിനി അപ്പം ചുടാൻ പോവുകയാണ്. ഞാനൊരു നോൺ സ്റ്റിക്ക് അപ്പപ്പാനാണ് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിരുന്നത്. ഞാനിപ്പോൾ അപ്പപ്പാനൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തു. നല്ല പോലെ കടായിക്ക് ഒന്ന് ചുടായി വന്നതിന് ശേഷം ഞാനിതിലോട്ട് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പത്തിൻ്റെ ബാറ്ററിൽ അത്യാവശ്യം തിക്നെസ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു മിക്സ് ചെയ്തതിന് ശേഷമാണ് അപ്പം ചുട്ടിരുന്നത്. ഇപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ ബാറ്ററൊക്കെ ഒന്ന് പാനിൽ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു. അപ്പച്ചട്ടിയൊക്കെ ചുറ്റിച്ചു കൊടുത്തു. ഇപ്പോൾ നല്ലപോലെ ബബിൾസൊക്കെ വീണ് വന്നതിന് ശേഷം ഞാൻ അപ്പച്ചട്ടി ഒന്ന് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല ക്രിസ്പി ഔട്ട്സൈഡ്, അതായത് ഒരു അറ്റമൊക്കെ എഡ്ജസൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും മിഡിൽ പോർഷൻ നല്ല സോഫ്റ്റുമായിട്ട് അപ്പമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല രുചികരമായിട്ട് ഒരു കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു ചിക്കൻ കറിയോടൊത്താണ് കേട്ടോ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി കാണാൻ മറക്കണ്ട. നമ്മുടെ അടുത്ത റെസിപ്പി ഈ ചിക്കൻ കറി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങൾ അപ്പമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കൂ. ധൈര്യമായിട്ട് സോഡാപ്പൊടിയും ഈസ്റ്റോ ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പം അപ്പം ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.